ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉള്ളൊഴുക്ക്. ഉർവശി, പാർവതി തിരുവോത്ത്, അർജുൻ അശോകൻ, അലൻസിയർ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2018 എന്ന സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയ ചിത്രത്തിന് ശേഷം വീണ്ടും മറ്റൊരു വെള്ളപ്പൊക്കത്തിന്റെ കഥയുമായി തിയേറ്ററിലെത്തുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ചിത്രം ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി 32 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തതോടെ ചിത്രത്തിന്റെ ബുക്കിംഗ് വർദ്ധിക്കുകയും രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 45-50 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ 2 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 85 ലക്ഷത്തിന് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത് ജൂൺ 21 തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ നടന്ന സംഭവം ആണ്. ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട്, ശ്രുതി രാമചന്ദ്രൻ, ജോണി ആന്റണി, ലിജോ മോൾ ജോസ് എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് 29 ലക്ഷം രൂപയാണ്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 40 ലക്ഷത്തിന് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ചിത്രം 2 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി 70 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഷെയ്ൻ നിഗം നായകനായി ജൂൺ 7 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. ആൻഡോജസ് പെരേര, എബി ട്രീസ പോൾ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ, മഹിമ നമ്പ്യാർ, ബാബുരാജ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. സാന്ദ്ര തോമസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് നേടിയെടുക്കാനായത്. 2 വാരം പിന്നിട്ട് 3-ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 1,70 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിന് GCC രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയത് വമ്പൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 2 കോടിക്ക് അടുത്ത് മാത്രമാണ് എത്തി നിൽക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ വന്ന് വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയാണ് ഗോളം. നവാഗതനായ സംജാത് സംവിധാനം ചെയ്ത ഈ സിനിമ ജൂൺ 7 തിയേറ്ററിലെത്തിയത്. രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് ഇപ്പോൾ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ 15 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 3,80 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ജൂൺ 21 വെള്ളിയാഴ്ച മുതൽ ഈ ചിത്രം ആസ്ട്രേലിയ ഉൾപ്പെടെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രദർശനത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. അൽത്താഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് ലീല സംവിധാനം ചെയ്ത് മെയ് 24 തിയേറ്ററിലെത്തിയ മന്ദാകിനി എന്ന സിനിമ നിലവിൽ ആവറേജ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 3.5-4 കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള ഈ സിനിമ 6 കോടിക്ക് മുകളിൽ ആഗോള കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. കേരള ഗ്രോസ് കളക്ഷനായി നിലവിൽ 4.5 കോടിയോളമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിജയ് സേതുപതി, മമത മോഹൻദാസ് എന്നിവർ പ്രധാന താരങ്ങളായി ജൂൺ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മഹാരാജ. 2024 തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ മികച്ച വിജയം നേടിയെടുക്കുന്ന ആദ്യ സിനിമ കൂടിയാണ് മഹാരാജ. തമിഴ്നാടിനൊപ്പം തന്നെ കേരളത്തിലും ഈ ചിത്രം വൻ വിജയമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. കേരള ഗ്രോസ് കളക്ഷനായി മാത്രം 4.5 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 55 കോടിക്ക് മുകളിൽ നേടിയെടുത്ത ഈ സിനിമ 8 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 65-70 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഈ ചിത്രം 39-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി 5 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത്. നിലവിൽ കേരള ഗ്രോസ് കളക്ഷനായി 47.5 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 89,85 ലക്ഷം രൂപയാണ്. മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തിയ ടർബോ എന്ന സിനിമ ഇന്നലെ ശനിയാഴ്ച ദിവസം കേരള ഗ്രോസ് കളക്ഷനായി 9 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് 36-36.5 കോടി റേഞ്ചിലാണ്. അതേസമയം മമ്മൂട്ടി നായകനായി ഓണം റിലീസായി തിയേറ്ററിലെത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സിനിമയാണ് ബസൂക്ക. ടിനോ ടെന്നി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രീകരണം പൂർത്തിയായി നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് 25 കോടി രൂപയാണ്. എന്തായാലും ഈ സിനിമയുടെ ബഡ്ജറ്റ് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചത് വളരെ നന്നായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പരാജയപ്പെടുന്ന സിനിമകളെ വിജയത്തിലെത്തിക്കുകയും വിജയത്തിലെത്തുന്ന സിനിമകളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത സജീവമാണ്. അതുകൊണ്ട് തന്നെ ബസൂക്കയുടെ ബഡ്ജറ്റ് ആധികാരികമായി പുറത്തുവിട്ടത് അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.